ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അല്ലാതെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോകുന്നതെന്നും പറഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എവിടെ പോയി, ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എവിടേക്കാണ് പോയതൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഗോവയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവയ്ക്ക് പോകുന്നതിൻ്റെ അന്ന് അത് രാത്രിയിലും അതിൻ്റെ പിറ്റേ ദിവസവും ഞാൻ വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, ഡെയിലി വീഡിയോ ഇടണം, ഡെയിലി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കൺഫ്യൂഷനായി. എനിക്ക് ട്രിപ്പ് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും വീഡിയോ എടുക്കണം എന്നുള്ള ചിന്തയാണ്. അതേസമയം എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും ദിനു പോലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ക്യാമറയൊക്കെ താത്തി വെച്ചിട്ട് ട്രിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പാത്തും തീയായിരുന്നു കേട്ടോ. അവൾ ഫുൾ ടൈം വെള്ളത്തിലായിരുന്നു, ബീച്ചിലൊക്കെ മാറി മാറി വെള്ളത്തിൽ കിടന്ന് മറിയായിരുന്നു. അപ്പോഴേ നമുക്ക് ഉറപ്പായിരുന്നു എന്തായാലും പനിയൊക്കെ വരുമെന്ന്. അങ്ങനെ ട്രിപ്പ് നമ്മൾ 3 ദിവസത്തെ പ്ലാനിങ്ങിലായിരുന്നെങ്കിലും നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്ന് അടിപൊളിയാക്കിയിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ട്രിപ്പിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതിയാകും. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവിന് പനിയായി. അത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു, കാരണം അതുപോലെയായിരുന്നു വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞത്. അപ്പോൾ പാത്തുവിന് പനി വന്ന 2 ദിവസം കൊണ്ട് അതങ്ങ് മാറി. പക്ഷെങ്കിൽ ആ പനി എനിക്ക് കിട്ടിയിട്ട് തീർത്തും വയ്യാണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും ശരിക്കും തിരിച്ച് വന്നിട്ടില്ല. ത്രോട്ട് പെയിന്, കഫ്, കോൾഡ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു, പനി എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 4 വർഷമായി കേട്ടോ അവർ ബാംഗ്ലൂർക്ക് വന്നിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണ് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അവരുടെ തിരക്കുകളൊക്കെ കുറഞ്ഞ് എല്ലാ കാര്യങ്ങളുമൊക്കെ ഒതുക്കിയതിന് ശേഷം കുറച്ച് ദിവസം നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ വന്ന ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഇന്നത്തെ വീഡിയോ അവർ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ നമ്മുടെ ഉച്ചവരെയുള്ള കുറേയധികം വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി എണീറ്റിട്ട് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തും ദിനും എണീറ്റിട്ടില്ല, വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ അവരവിടെ ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുള്ളൂ കേട്ടോ. 7 മണിക്കാണ് നമ്മൾ എണീറ്റത്. അപ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് ചായ ഇട്ടു. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് കടന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമുക്ക് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അമ്മ ചായ വെച്ച പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കടലക്കറി ആകും. കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊന്നും വഴട്ടാതെ ഡയറക്റ്റ് നമ്മൾ കുക്കറിലിട്ട് കടലയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ, മസാല എല്ലാം കൂടെ. അപ്പോൾ അങ്ങനെ കടലക്കറി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കടുക് വറുത്ത് അതിലേക്ക് ഇട്ടാൽ മതിയാകും, തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ കൂടി. അപ്പോൾ അങ്ങനെ അത് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുട്ടും കൂടെ ഒന്ന് വെക്കുകയാണ്. പുട്ടിനും നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിരട്ടപ്പുട്ടായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് ഇപ്പം റെഡിയാക്കിയിട്ട് നമുക്ക് പതുക്കെ മതി, കാരണം നമ്മൾ വീക്കെൻഡിലൊക്കെ ലേറ്റ് ആയിട്ടല്ലേ കഴിക്കാറ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എളുപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടും കൂടെ അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചായക്ക് പാലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടും ചായയൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു പണികളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചായയും വെച്ച് പുട്ടും കടലക്കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഞാൻ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ടും അടിപൊളി കടലക്കറിയും. അപ്പോൾ അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെയും കൂടെ കഴിക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും പുട്ടും കടലക്കറിയും കഴിക്കുന്നുണ്ട്, ഞാൻ ചായയും കുടിക്കുകയാണ് കേട്ടോ. അവരെണീറ്റിട്ട് പാത്തൂനും കൊടുത്ത് ദിനുവിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. കാരണം നമ്മൾ വീക്കെൻഡിൽ എപ്പോഴും ലേറ്റായിട്ടേ കഴിക്കാറുള്ളൂ. സമയം അച്ഛനും അമ്മയൊക്കെ കറക്റ്റ് സമയത്ത് അവിടെ ഫുഡ് കഴിക്കുന്നവരാണ്. അപ്പോൾ അമ്മയും കൂടെ വന്നതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ടുണ്ട് കേട്ടോ പണിയൊക്കെ. കാരണം അമ്മ ഒന്ന് ചെയ്യുമ്പോൾ എനിക്ക് അടുത്തത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടികളും തീരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു എണീറ്റ് വന്നു. പാത്തുവിനാണെങ്കിൽ രാവിലെ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. കാർട്ടൂൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങനെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവൾക്ക് പുട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഭക്ഷണമൊക്കെ ചെന്ന് കഴിയുമ്പോൾ, കാരണം ലേറ്റായിട്ടല്ലേ എണീക്കുന്നേ, അപ്പോഴത്തേക്കും അവൾക്ക് വിശക്കാനായിട്ട് തുടങ്ങും. പിന്നെ പറയുന്നൊന്നും കേൾക്കത്തില്ല. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആവും. അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ദിനു എണീറ്റിട്ടുണ്ട്. ദിനു ബ്രഷ് ചെയ്യാനും കുളിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിനുവും കൂടെ വന്നതിന് ശേഷം വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ആ സമയം കൊണ്ട് അമ്മ അവിടെ അരിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു.
അങ്ങനെ ദിനവും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അച്ഛനും നമ്മുടെ കൂടെ വന്നിരുന്നു. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അമ്മയോടും അമ്മ അടുക്കളയിൽ നിൽപ്പുണ്ട് കേട്ടോ. അമ്മയോടും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പാത്തൂസ് ആണെങ്കിൽ അപ്പുറത്തിരുന്ന് കിച്ചൺ സെറ്റിലും എന്തൊക്കെയോ ഉണ്ടാക്കുകയെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അവളും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാപ്പികൂടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയൊക്കെ നാട്ടിൽ നിന്ന് കുറേയധികം സാധനങ്ങളായിട്ടായിരുന്നു വന്നത്. കപ്പയും മാങ്ങയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് കപ്പ എടുത്തിട്ട് നമ്മൾ വേവിക്കാമെന്നും പറഞ്ഞിട്ട് അമ്മ കപ്പ കൊത്തുകയാണ്. അതുപോലെ തന്നെ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴം ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് തലേ ദിവസം വന്ന് എന്ന് തന്നെ അമ്മ മാമ്പഴം പുളിശ്ശേരി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി പച്ചടി കഴിക്കാനായിട്ട് തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ മാമ്പഴ പച്ചടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചാനലിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ആ കൊണ്ടുവന്ന മാമ്പഴം എടുത്തിട്ട് ഞാൻ 4 എടുത്തിട്ട് ഞാൻ പച്ചടി വെക്കുകയാണ്. അപ്പോൾ ദിനുവിന് ഇന്നും മാങ്ങ പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും മാങ്ങാക്കറിയും വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ദിനു വെളിയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വന്നായിരുന്നേ. അപ്പോൾ ചിക്കൻ വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള അതൊക്കെ ഞാൻ അമ്മയ്ക്ക് അരിഞ്ഞു കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അമ്മ മാമ്പഴ കറിയും വെക്കുന്നുണ്ട്. ദിനു ഉരുളിയൊക്കെ വെച്ച് ചൂടാക്കി എണ്ണയൊക്കെ ഒഴിക്കുകയാണ് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്, സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട്. പാത്ത് ഇവിടെ ഫുൾ ടൈം സ്കൂട്ടറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോറൊക്കെ തുറന്നിട്ടിട്ട് പോകുന്നുണ്ട്. അച്ഛൻ ഇവിടെ നോക്കാനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഡോറ് നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ മാമ്പഴക്കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അമ്മ തൈര് ചേർക്കാതെ വെറുതെ തേങ്ങ അരച്ച് വെച്ച മാമ്പഴക്കൂട്ടാനാണ്. അതേപോലെ ചിക്കൻ കറിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉരുളിക്കകത്തിട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം സവോളയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഏകദേശം നമ്മുടെ പണികൾ തീർന്നിട്ടുണ്ട്. ഇനി ചിക്കൻ കറിയും കൂടെ റെഡിയായാൽ മതി. ചിക്കൻ കറിക്ക് വേണ്ട പൊടികളൊക്കെ അമ്മ ചൂടാക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അപ്പോൾ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ നല്ല പാടാകും. അതുകൊണ്ട് അപ്പോൾ കഴുകി വെക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ചിക്കൻ കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പണിയും നമ്മുടെ തീർന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അമ്മയുടെ ചിക്കൻ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദിനു എപ്പോഴും പറയും അമ്മയുടെ ചിക്കൻ കറി സൂപ്പറാണ്. അതുകൊണ്ട് ചിക്കൻ മേടിച്ചാൽ അമ്മയുണ്ടെങ്കിൽ ആ സമയത്ത് അമ്മയെക്കൊണ്ടേ വെപ്പിക്കാറുള്ളൂ, നമ്മൾ നാട്ടിൽ ചെന്നാണെങ്കിലും ഇവിടെയാണെങ്കിലും. പിന്നെ കപ്പപ്പുഴുക്ക് റെഡിയായത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയും ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ തീർന്നു വരുന്ന സമയം കൊണ്ട് ദിനു ആണെങ്കിൽ അവിടെ ഇരുന്ന് കാലൊക്കെ ആണെങ്കിൽ ഗോവയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് പൊട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ ചൂടുവെള്ളത്തിൽ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് മുക്കി വെച്ചേക്കാണ്. അതിനുശേഷം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് പെഡിക്യൂർ ചെയ്യാണ് വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി വന്നിട്ട് എനിക്ക് ഇതുവരെ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം കഫ് കോൾഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല ഒരു കറികളുടെയും. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. കാരണം ഈ മാമ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പതുക്കെ ടേസ്റ്റ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. കപ്പ, ചിക്കൻ, ചോറ്, മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പച്ചടി, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറാണെങ്കിൽ കാന്താരി അച്ചാറും ഉണ്ടായിരുന്നു. അമ്മ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പാത്തു ആദ്യമേ തന്നെ കപ്പ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കപ്പ വേണമെന്ന് പറഞ്ഞിട്ട്. നേരത്തെ ഒന്നും അവൾ കപ്പ കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ കപ്പ കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ കയറി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് വന്നിരുന്ന് ചോറുണ്ണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അതും വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ബാംഗ്ലൂരും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. വന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വിടാനായിട്ട് പ്ലാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.